അല്ലാഹു നാലടയാളമാണ് പറഞ്ഞത്. ഖുർആനിലൂടെ നീ സ്വർഗത്തിന്റെ അവകാശിയാണ് പറഞ്ഞു കൊടുക്ക നബിയേ. അവരോട് പറഞ്ഞു കൊടുക്ക്, സന്തോഷ വാർത്ത പറഞ്ഞു കൊടുക്ക്. അവര് സ്വർഗത്തിന്റെ അവകാശികളാണ്, അവര് സ്വർഗത്തിലാണ് അവരുടെ വാസസ്ഥലമെന്ന്. സന്തോഷം എന്നത് അവന്റെ ദാസന്മാരിൽ നിന്ന് അറിവുള്ളവര് മാത്രമാണ്. അല്ലാഹ് ആരാണെന്നറിയുന്നവരെ, അല്ലാഹനെ കുറിച്ച് അറിയുന്നവരെ അല്ലാഹുവിനെ ഭയക്കുകയുള്ളൂ. അറിവുള്ളവരെ അല്ലാഹുവിനെ ഭയക്കുകയുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവൻ പിടിച്ച് വീടിന്റെ അകത്ത് കിടക്കുമ്പോ എല്ലാവരും കാണാൻ വരികയാണ്, അവിടെ നിന്ന് സമാധാനിപ്പിക്കുകയാണ്. പക്ഷേ രോഗമായിരുന്നില്ല. എങ്ങനെയായി രോഗം വന്നതെന്നറിയുമോ? ഉമർ തങ്ങൾക്ക് രോഗം വരാറുള്ള കാരണം എന്തെന്നറിയുമോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നീതിമാനായ ഭരണാധികാരിയായിരുന്നല്ലോ. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് പോലും പറഞ്ഞല്ലോ, ഞാൻ ഇഷ്ടപ്പെടുന്നത് ഉമറിന്റെ ഭരണമാ. പഠിച്ചവനെ, ഉമറിനെ പോലെ ഒരു ഭരണാധികാരി ലോകത്തില്ലല്ലോ. അത്രയും നീതിമാനായ ഉമർ അല്ലാഹുവിനെ വല്ലാത്ത പേടിയായിരുന്നു. ഉമറിന് പടച്ച റബ്ബിനെ വല്ലാത്ത ഭയമായിരുന്നു. രാത്രി കിടന്ന ഉറക്കം വരില്ല. ഭരണാധികാരി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് രാത്രി കിടന്ന ഉറക്കം വരൂല. കാരണം പടച്ചവനെ ഇങ്ങനെ തെരഞ്ഞു നടക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് രോഗം വരാനുള്ള കാരണം അധികാരം കിട്ടിയപ്പോൾ പടച്ചവനെ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഭരണാധികാരിയാണ് ഉമർ തങ്ങൾ. പടച്ചവനെ എത്ര നീതിമാനായ ഭരണാധികാരി എന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ചരിത്രം എടുത്തു വായിച്ചു നോക്ക്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ തന്റെ പൊന്നു മകനോട് ചോദിച്ചു, മോനെ, നീ തലയിൽ എണ്ണ തേച്ചിരിക്കുന്നല്ലോടാ, എവിടെ നിന്നാ നീ എനിക്ക് എണ്ണ കിട്ടിയത്? ഉമർ തങ്ങൾ തന്റെ പൊന്നാര മകന്റെ തലയിൽ നോക്കിയപ്പോ അവിടെ നിന്ന് തലയിൽ എണ്ണ തേച്ചിരിക്കുന്നു. ഉമർ തങ്ങൾ ചോദിച്ചു, ഈ എണ്ണ എവിടെ നിന്നാ? വീടിന്റെ അകത്ത് എണ്ണയില്ലല്ലോ, വീടിന്റെ അകത്ത് എണ്ണയില്ലല്ലോ, പിന്നെ എങ്ങനാ നിന്റെ തലയിൽ എണ്ണ വന്നത്? ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമകൻ പറഞ്ഞു, വാപ്പാ, ജനങ്ങൾക്ക് റേഷനായി എണ്ണ കൊടുത്തപ്പോ എന്റെ കയ്യിൽ കുറച്ച് എണ്ണയായി വാപ്പാ. ആ എണ്ണ കൊണ്ട് ഞാൻ എന്റെ തലയിൽ തേച്ചതാ. പടച്ചവനെ, റേഷൻ കടയിൽ നിന്ന് മണ്ണെണ്ണ കൊടുക്കുന്നത് പോലെ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ പടച്ചവനെ എണ്ണ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായി കയ്യിൽ ഇത്തിരി എണ്ണയാകുമല്ലോ. ഉമർ തങ്ങളുടെ പൊന്നുമകൻ എണ്ണ കളയണ്ട എന്ന് കരുതിയിട്ട്, ബാപ്പാ, ഞാൻ എന്റെ തലയിൽ തേച്ചതാ. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കോപം കൊണ്ട് പിറയ്ക്കുകയാണ്. അവിടെ ദേഷ്യപ്പെടുകയാണ്, നിനക്കെങ്ങനെ എടുക്കാൻ അവകാശമുണ്ടടാ? അത് പാവപ്പെട്ടവന്റെ അവകാശമാണല്ലോ. എന്നിട്ട് തന്റെ പോക്കറ്റിന്റെ അകത്തിരുന്ന പൈസ എടുത്തു കൊടുത്തിട്ട്, ഇത് ബൈത്തുൽ മാലിൽ കൊണ്ടുകൊടുക്കടാ, ഈ പാപം മാറട്ടെ എന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. നമ്മളാണെങ്കിൽ റേഷൻ വരെ മൂട്ടിച്ച് വീട്ടിൽ കൊണ്ടുപോകും. പാവപ്പെട്ടവന്റെ മണ്ണെണ്ണ മുക്കുന്നവരുണ്ട്, പടച്ചവനെ കിറ്റുമുക്കുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമർ തങ്ങൾ തന്റെ പൊന്നുമകനോട് പറഞ്ഞു കൊടുത്ത ചരിത്രമാ. ഇതാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കഴുതയുടെ മുകളിൽ രാത്രി ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ബെൻസ് കാറിലല്ല എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ വലിയ കുതിരയുടെ മുകളിലല്ല, കഴുതയുടെ മുകളില്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രൂപം മാറിയിട്ട് കഴുതയുടെ ചുമലിൽ ഇരുന്നുകൊണ്ട് ഉമർ തങ്ങൾ ഇങ്ങനെ രാത്രി ജനങ്ങളുടെ വീടിന്റെ പരിസരങ്ങളിലൂടെ നടക്കുകയാ. അവരുടെ പ്രയാസങ്ങൾ എന്തെന്നറിയാ? ആരെങ്കിലും പ്രയാസപ്പെടുന്നവരുണ്ടോ? ആരെങ്കിലും പട്ടിണി കിടക്കുന്നവരുണ്ടോ? ആരെങ്കിലും രോഗം പിടിച്ച് കിടക്കുന്നവരുണ്ടോ? അതാ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഉമർ തങ്ങൾ ഇങ്ങനെ നടക്കുമ്പോ ഒരു വീടിന്റെ അകത്തിരുന്ന് ഖുർആൻ ഓതുന്നത് കേൾക്കുകയാ. അല്ലാഹുവേ, ഉമർ
ഉമർതങ്ങളെ രാത്രിയിൽ കഴുതയുടെ മുകളിൽ ഇരുന്നിങ്ങനെ വീടിന്റെ പരിസരത്ത് കൂടെ പോകുമ്പോ ഒരു വീടിന്റെ അകത്തിരുന്ന് ഖുർആൻ പാരായണം കേൾക്കുകയാണ്. അല്ലാഹുവേ, പണ്ടങ്ങനായിരുന്നു, പണ്ടൊക്കെ അങ്ങനായിരുന്നു. റോഡിലൂടെ നടന്നു പോകുമ്പോ വീടിന്റെ അകത്തിരുന്ന് വാക്കിയ ഓതുന്നത് കേൾക്കാ, യാസീൻ ഓതുന്നത് കേൾക്കാ, പടച്ചവനെ മൗലിദ് പാരായണം ചെയ്യുന്നത് കേൾക്കാ. ഇന്നതൊന്നും കേൾക്കാൻ കഴിയില്ലല്ലോ. ഇന്ന് റോഡിലൂടെ നടന്നു പോകുമ്പോ പടച്ചവനെ വീടിന്റെ അകത്ത് വെച്ചിരിക്കുന്ന സിനിമയും സീരിയലിന്റെ ശബ്ദമുണ്ടല്ലോ, റോഡിലൂടെ പോകുന്നവർക്ക് വരെ കേൾക്കാൻ കഴിയുന്ന കാലമാ. എങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് രാത്രിയിൽ ഇങ്ങനെ കഴുതയുടെ മുകളിൽ ഇരുന്ന് പോകുമ്പോ ഒരു വീട്ടിലിരുന്ന് ഖുർആൻ ഓതുകയാ. ഉമർതങ്ങളെ നിൽക്കുകയാണ്, ഉമർതങ്ങളെ നിൽക്കുകയാണ്. ആരാ ഓതുന്നത്? ആ പാപപ്പെട്ട മനുഷ്യൻ ഓതുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനില് സൂറത്തു തൂർ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഉമർ നിങ്ങളുടെ കഴുതയുടെ മുകളിലാണ്. ആ വീടിന്റെ അകത്തിരുന്ന് ഓതുന്ന മനുഷ്യനുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് ഓതുകയാ. ഇന്ന അദാബ റബ്ബിക ലവാഖിഅ മാ ലഹു മിൻ ദാഫിഅ. പരിശുദ്ധമായ ഖുർആൻ സൂറത്തു തൂർ അവിടുന്ന് ആ മനുഷ്യൻ ഓതുകയാ. ഇന്ന അദാബ റബ്ബിക ലവാഖിഅ. പടച്ചവരെ, അല്ലാഹുവിന്റെ അദാബുണ്ടല്ലോ. ഇന്ന അദാബ, നിശ്ചയമായിട്ടും അല്ലാഹുവിന്റെ അദാബുണ്ടല്ലോ. പടച്ച റബ്ബ് നമ്മളെ പിടിക്കുമല്ലോ, അദാബ് നിന്നെ തേടി വരുമല്ലോ. പരലോകത്ത് പടച്ച റബ്ബ് നിന്നെ പിടിച്ചു നിർത്തുമല്ലോ. ജീവിതത്തിൽ ചെയ്തു കൂട്ടിയതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ഒറ്റയ്ക്കും കൂട്ടായും നീയും ഞാനും ചെയ്തു കൂട്ടിയത് മുഴുവനും നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ച് പടച്ച റബ്ബ് പിടിച്ചു നിർത്തിയിട്ട് എണ്ണി എണ്ണി ചോദിക്കുമല്ലോ. ഈ ആയത്തങ്ങ് കേൾക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഭരണാധികാരിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞ് 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 കഴുതയുടെ മുകളിൽ നിന്ന് താഴെ വീഴുകയാ. കഴുതയുടെ മുകളിൽ നിന്ന് താഴെ വീണു. ആ വീടിന്റെ സൈഡിൽ കിടന്നു നിലവിളിക്കുകയാ. അവിടെ കിടന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ അദാബ് വരുമല്ലോ, അല്ലാഹുവിന്റെ അദാബ് പിടിക്കുമല്ലോ. അല്ലാഹു പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുമല്ലോ. അല്ലാഹുവിന്റെ അദാബിനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ, അല്ലാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കണമെന്ന് പറയുന്നത് കേട്ടപ്പോ അതാ കഴുതയുടെ മുകളിൽ നിന്ന് താഴെ വീണു. എപ്പോഴോ എഴുന്നേറ്റ് വീട്ടിൽ പോയി, പിന്നെ എഴുന്നേറ്റില്ല വാപ്പാ. അത് കാരണമാണ് രോഗം വന്നതെന്ന് ചരിത്രം പറയുമ്പോ ഞാനും നിങ്ങളും എത്രയോ ആയത്തുകൾ കേൾക്കുന്നുണ്ട്. അർത്ഥമറിയണമെന്നില്ല, തഫ്സീർ പഠിക്കണമെന്നില്ല. പല പല ആയത്തുകൾ ഓതുമ്പോൾ ഏത് മദ്രസ കാണാത്തവനും അതിന്റെ അർത്ഥം മനസ്സിലാകുമല്ലോ. അല്ലാഹു കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഇതിന്റെ അർത്ഥം ആർക്കുമാണ് അറിയാത്തത്? ഇത് മരണത്തിന് വേദനയുണ്ടെന്നല്ലേ പറയുന്നത്. ഇതുപോലെ പല സൂറത്തുകളുടെയും പല ആയത്തുകളുടെയും അർത്ഥം എനിക്കും നിങ്ങൾക്കും അറിയാം. അല്ലാഹുവിന്റെ അദാബുകളെ കുറിച്ച്, പരലോകത്തെ കുറിച്ച്, നരകത്തെ കുറിച്ച്, മഹ്ശറയെ കുറിച്ച് പേടിപ്പിക്കുന്ന ആയത്തുകൾ ഞാനും നിങ്ങളും കേൾക്കുമല്ലോ. ആർക്കാ പേടിയുള്ളത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കാൻ കാരണക്കാരനായ മുത്തുനബി ഉണ്ടല്ലോ, റസൂലുള്ളാഹി തങ്ങളും വഫാത്താകുമ്പോ 19 മുടിയാണ് നരച്ചിരുന്നത്. അല്ലാഹുവേ 63 വയസ്സെന്ന് പറയുന്നത് അന്നത്തെ ചെറുപ്പക്കാലമാ. എന്നൊക്കെ 40 50 എന്നൊക്കെ പറയുന്നത് പോലെ എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുമ്പോ 19 മുടിയാണ് നരച്ചിരുന്നതെന്ന് ചരിത്രം പറയുന്നു. 16 19 മുടികളെ നരച്ചിട്ടുള്ളൂ. റസൂലുള്ളാഹി മരിക്കുമെന്ന് അവിടുന്ന് വഫാത്താകുമെന്ന് ഒരിക്കൽ പോലും സ്വപ്നത്തിൽ ആരും കരുതിയില്ല. കാരണം ആ പ്രായം മരണത്തിന്റെ പ്രായമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങള് മുത്തുനബിയുടെ മുടി നരച്ചത് എപ്പോഴെന്നറിയുവോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഇറങ്ങിയപ്പോഴാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനില് ഒരായത്ത് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്തുമായി കടന്നു വന്നു. മുത്തുനബിയുടെ ചാരത്ത് വന്നിട്ട് ആയത്ത് പറഞ്ഞു കൊടുക്കുമ്പോ ആയത്ത് കേട്ട് പേടിച്ചിട്ടാ മുത്തുനബിയുടെ മുടി നരച്ചു പോയത്. ഏതായത്തെന്നറിയുമോ? ഫസ്തഖിം കമാ ഉമിർത്. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ, നബിയേ പറയുന്നത് പോലെ നടന്നുകൊള്ളണം നബിയേ. ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ മുത്തുനബിയോട് ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാ, നബിയേ അല്ലാഹു പറഞ്ഞിരിക്കുകയാ, ഫസ്തഖിം കമാ ഉമിർത്. പറയുന്നത് പോലെ നടക്കണം, പറയുന്നത് പോലെ നിൽക്കണം. ഈ ആയത്ത് കേട്ടപ്പോഴാ അല്ലാഹുവിന്റെ റസൂലിന്റെ മുടി നരച്ചതെന്ന് ചരിത്രം പറയുമ്പോ അതാ ഭയമെന്ന് പറഞ്ഞാൽ ഫസ്തഖിം കമാ ഉമിർത്, നബിയെ പറയുന്നത് പോലെ നടന്നോണം. ഇത്രേ പറഞ്ഞുള്ളൂ, പറയുന്നത് പോലെ നടന്നോണം. ഈ ഒരൊറ്റ ആയത്തിറങ്ങിയപ്പോ പേടിച്ചിട്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി നരച്ചുപോയി എന്ന ചരിത്രം പഠിപ്പിക്കുന്നു. നമ്മളോ മുടി നരയ്ക്കണ്ടായിരുന്നല്ല. നമ്മളൊക്കെ എത്രയോ ആയത്തുകൾ കേൾക്കുന്നുണ്ട് ഖുർആനിലെ ആയത്തുകൾ. മരണത്തിൻ്റെത്, ഖബറിൻ്റെത്, നരകത്തിൻ്റെത്, മഹ്ശറയുടേത് എല്ലാ ആയത്തുകൾ കേൾക്കുന്നു. ഒരു ഇതുമില്ല നമുക്കൊന്നും. നമ്മളൊക്കെ പടച്ചവനെ എന്ത് ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. രാവിലെ കടയിൽ പോയി കഴിഞ്ഞാൽ ഖുർആനാ. ഞാൻ ഈ അടുത്തൊരു ഞാൻ ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു, മോനെ ഉസ്താദെ കടയിൽ കച്ചവടമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, രാവിലെ കടയിൽ വരുമ്പോൾ ഒരു യാസീൻ ഓതണം. ഓതുന്നുണ്ട് ഉസ്താദെ. ആര്? മൊബൈൽ ഓതുന്നുണ്ട് അല്ലേ? പറ, ഓതണില്ലേ? ആരോതുന്നുണ്ട്? മൊബൈൽ ഓതുന്നുണ്ട്. രാവിലെ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ മൊബൈൽ ഓണാക്കി അങ്ങോട്ട് വെക്കും. യാസീൻ വൽ ഖുർആനിൽ ഹക്കീം മൊബൈൽ ഓതും. അതിന്റെ പ്രതിഫലം മൊബൈലിന് കിട്ടും. നിനക്കെന്ത് കിട്ടും? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഖുർആനുമായിട്ടുള്ള ബന്ധങ്ങൾ ഇതാ. നമുക്കൊരു പേടിയും തോന്നുന്നില്ല. അള്ളാഹുവിന്റെ ഖുർആൻ നിസ്സാരം. പൊടിയടിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. വല്ലപ്പോഴും മെമ്പറെ ഒന്ന് തുടയ്ക്കണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒന്ന് തുടച്ചൊക്കെ വെക്കണം ഖുർആനൊക്കെ. റമദാൻ വരിക, പൊടിയൊക്കെ തട്ടി എടുക്ക്. ചെതലൊക്കെ കയറിയോന്ന് പോയി നോക്ക്. അലമാരിയുടെ മുകളിലൊക്കെയാ ഖുർആൻ നമ്മുടെ വീട്ടിൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവിടുന്ന് ചരിത്രത്തിൽ കാണാം, മഹാനായ അബ്ദുല്ലാഹിബിന് മിസ്അബ് റളിയല്ലാഹു തആല അൻഹു സഹാബി. ഇവിടെ മഹാനവറുകൾ ഇങ്ങനെ യൂഫ്രട്ടീസ് നദിയുടെ ചാരത്തുകൂടി ഇങ്ങനെ നടന്നു വരിക. നദിയുടെ ചാരത്തുകൂടി ഇങ്ങനെ നടന്നു വരുമ്പോ ഒരാളിരുന്ന് ഖുർആൻ ഓതാ. എവിടെ? നദിയുടെ ചാരത്ത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അന്ന് നദിയുടെയൊക്കെ ചാരത്തിരുന്ന് ഖുർആൻ ഓതും. ഇന്ന് ആ നദിയുടെ ചാരത്തിരുന്നിട്ട് പറ മനുഷ്യന്മാരെ. പണ്ട് ഉല്ലാസയാത്ര നദികളുടെ ചാരത്തൊക്കെ ഇരുന്നിട്ട് ഖുർആന ഓതിയിരുന്ന്. ഇന്ന് നദിയുടെ ചാരത്തൊരു ചെറിയ മരം മതി നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ. കൊട മറച്ചു വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. രണ്ടുപേര് ദിക്ർ പറഞ്ഞുകൊണ്ടിരിക്കുക, ആണും പെണ്ണും കൂടെ അതിനകത്തിരുന്ന്. ഒരു ചെടി കിട്ടിയാൽ മതി. ഇപ്പൊ പിന്നെ ചെടിയൊന്നും വേണ്ട. എന്തിനാ ചെടിയൊക്കെ? അതൊന്നും ഇപ്പൊ കുറ്റമില്ലല്ലോ. പരസ്യമായിട്ടിരുന്ന് ചുംബനം, കെട്ടിപ്പിടിച്ചിരിക്കുക, ലവ് ബേഡ്സുകളെ പോലെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ നദിയുടെ ചാരത്തിരുന്നൊരു ചെറുപ്പക്കാരൻ ഖുർആൻ ഓതുകയാണ്.
ഒരു ചെറുപ്പക്കാരൻ ആ നദിയുടെ ചാരത്തിൽ ഇങ്ങനെ ഖുർആൻ ഓതുകയാ. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു മുസബ് എന്ന് പറയുന്ന മഹാനുണ്ടല്ലോ, ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ ഖുർആൻ ഓതുമ്പോ ഇന്നൽ മുജ്രിമീന ഫീ അദാബി ജഹന്നമ ഖാലിദൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഓതുകയാണ്. ഇന്നൽ മുജ്രിമീന ഫീ അദാബി ജഹന്നമ. ഈ ആയത്ത് പടച്ച റബ്ബിന്റെ നരകമുണ്ടല്ലോ, ലാ യുഫത്തറു അൻഹും വഹും ഫീഹാ മുബ്ലിസൂൻ. അല്ലാഹുവിന്റെ നരകത്തെ കുറിച്ച് പറയുന്ന ആയത്തിങ്ങനെ ഓതുന്നത് കേൾക്കുമ്പോ ആ യൂഫ്രട്ടീസ് നദിയുടെ താരത്തിരുന്ന് ഖുർആൻ ഓതുന്ന ചെറുപ്പക്കാരൻ ഓതുന്നത് കേട്ടപ്പോ മഹാനവറുകൾ അവിടെ നിന്ന് പിടഞ്ഞു വീഴുകയാ, അവിടെ നിന്ന് പിടഞ്ഞങ്ങ് താഴെ വീഴുകയാണ്. അല്ലാഹുവിന്റെ അദാബുകളെ കുറിച്ച് പറയുന്ന ആയത്ത് കേട്ടപ്പോ അവിടെ നിന്ന് പിടഞ്ഞങ്ങ് താഴെ വീണു. അല്ലാഹുവേ, അവസാനം കടന്നു പിടഞ്ഞു വെള്ളത്തിൽ വീണു മരിച്ചുപോയി. ഖുർആനിലെ ഒറ്റ ആയത്ത് കേട്ടപ്പോ പാലത്തിന്റെ മുകളിൽ നിന്ന് ചാടിയതല്ല, ആത്മഹത്യ ചെയ്തതല്ല, അറിയാതെ വീണതല്ല. അല്ലാഹുവിന്റെ അദാബിനെ കുറിച്ച് പറയുന്ന ഒറ്റ ആയത്ത് കേട്ടപ്പോ മഹാനവറുകൾ അവിടെ നിന്ന് പിടഞ്ഞു താഴെ വീണിട്ട് ആ വെള്ളത്തിന്റെ അകത്ത് വീണുപോയി മരണപ്പെട്ടു എന്ന് ചരിത്രം പറയുമ്പോ അതാ പേടിയെന്ന് പറഞ്ഞാൽ, അതാണ് പേടിയെന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ പേര് പറഞ്ഞ പേടിയാ. അല്ലാഹുവിന്റെ പേര് പറയപ്പെട്ടാൽ ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ, ഖുർആനിലെ ഭയാനകമായ ആയത്തുകൾ പാരായണം ചെയ്യുന്നത് കേട്ടാ ഒന്ന് പിടയണേ, ഒന്ന് പേടിക്കണേ, ഒന്ന് കണ്ണ് നിറയണേ. എങ്കിലും നീ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുകളുണ്ടല്ലോ, 10-12 ദിവസം കഴിഞ്ഞ ഖുർആൻ ഇറങ്ങിയ മാസം വരികയാ. കളിയല്ലേ ഖുർആൻ, നിസാരമല്ലേ ഖുർആൻ, പരിഗണിക്കുന്നില്ലല്ലോ ഖുർആൻ. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ അംസാലു നളിരിബുഹാ. ഈ ഖുർആൻ എങ്ങാനും ഒരു പർവ്വതത്തിന്റെ മുകളിൽ ഇറക്കപ്പെട്ടിരുന്നെങ്കിൽ പടച്ചവനെ ഭയന്നു വിറച്ചിട്ട് ആ പർവ്വതം പോലും ധൂളികളായി പോകുമായിരുന്നു എന്ന് ഖുർആൻ പറയുമ്പോ കയ്യിൽ കൊണ്ട് നടക്കുന്ന വിലയറിയുന്നില്ലല്ലോ. ഈ ഖുർആൻ എങ്ങാനും ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരു പർവ്വതത്തിന്റെ മുകളിൽ ഇറക്കിയിരുന്നെങ്കിൽ പേടിച്ചിട്ട് ആ പർവ്വതം തന്നെ ഇല്ല, പൂളികളായി പോകുമായിരുന്നു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ കഷ്ടത്ത് വെച്ചുകൊണ്ട് നടക്കും, കണ്ടക്ടർ വെച്ചുകൊണ്ട് നടക്കണം. ഓരോ മദ്രസയിൽ വരുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട് ഷാജിക്ക, ഇങ്ങനെ വെച്ചോണ്ടാ നടക്കാം. എന്താ ഖുർആനില്ലേ? കൊണ്ടുവന്ന ഉടനെ ബാഗ് എടുത്ത് കട്ടിലിനടിയിലോട്ട് ഒറ്റയേറാ. മദ്രസേന്ന് വന്നാ ചില മക്കളോട്ട് ഒരൊറ്റ ഏറാ കട്ടിലിനടിയിൽ എവിടെയെങ്കിലും കിടക്കും. രാവിലെ ഉമ്മ ചോദിക്കും, എവിടെയാടാ തെരഞ്ഞെടു, കട്ടിലിനടി കിടക്ക, എടുത്തോണ്ട് പോടാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പൊ പിന്നെ അതും ഇല്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു, അൽഹംദുലില്ലാഹ്. ഇപ്പൊ പിന്നെ അങ്ങനെ മദ്രസകളൊന്നും ഇല്ലല്ലോ, നമ്മുടെ മക്കൾക്ക് രക്ഷപ്പെട്ടു. എന്താകുന്നു? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, കരഞ്ഞോ? ഖുർആൻ ഓതി കരഞ്ഞോ? ഖുർആൻ ഓതി കരഞ്ഞ സ്വർഗത്തിൽ പോകും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ.
എന്ത് ചെയ്യണം? ഖുർആൻ ഓതിയിട്ട് അങ്ങോട്ട് കരയണം. കരഞ്ഞാ പോവും സ്വർഗത്തിൽ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പോവോ? എവിടെ? എന്ത് ചെയ്തിട്ട്? കരയോ? ഒരു തുള്ളി കണ്ണുനീര് വരുമോ? വരൂല്ല. എന്നാ ഒന്ന് കരഞ്ഞ്. ഏതെങ്കിലും ഖുർആനിലെ ഒരു സൂറത്ത് ഓതിയിട്ടൊന്ന് കരഞ്ഞ്. നമ്മളൊക്കെ തലകുത്തി കടന്ന കരയില്ല, വല്ല ഉള്ളി വല്ലം വെച്ച് തേക്കണം കരയണമെങ്കിൽ. ഖുർആനിലെ ഒരു സൂറത്ത്, ഏതെങ്കിലും ഒരു സൂറത്ത് ഓതിയിട്ട് കരയണമെങ്കിൽ വല്ല കാന്താരി മുളക് വല്ല എടുത്ത് വെക്കണം, എങ്കിൽ കരയും. സവാള അരിയുമ്പോൾ കരയുന്നിട്ടില്ലേ? സവാള അരിയുമ്പോൾ നമുക്കൊന്നും കരച്ചിൽ വരൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു, ഒരു സൂറത്ത് ഓതാൻ പറഞ്ഞു. സഹാബി ഇങ്ങനെ സൂറത്ത് ഓതാ, നബി ഇരുന്ന് ഇങ്ങോട്ട് കരയാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയാ, നബി ഇങ്ങനെ കരയാ. അപ്പൊ ചോദിച്ചു, എന്തേപ്പ ഓതി തീർന്നപ്പോ നിങ്ങളൊന്നും കരയാത്തത്? ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ല നബിയെ. സഹാബത്ത് പറയാ, നബിയെ നിങ്ങൾക്ക് കരച്ചിൽ വരണില്ല. ഓത്, രണ്ടാമത് മോത്. അൽഹാകുമുത്തകാസുറു ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂന കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറബുന്നൽ ജഹീമ സുമ്മ ലതറബുന്നഹാ ഐനൽ യഖീൻ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. റസൂലുള്ളാഹി കരയുകയാ. ചില സഹാബത്ത് കൂടെ കരയുകയാണ്. രണ്ടാമത് ഓതിയപ്പോ മുത്തുനബി വല്ലാതെ കരഞ്ഞു. കരയുന്നത് കണ്ടപ്പോ ചിലർ കൂടെ കരഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തേ കരയാത്തത്? കരച്ചിൽ വരുന്നില്ല നബിയെ. അവർക്ക് വന്നില്ല, പിന്നല്ലേ നമുക്ക്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. വർക്കപ്പർ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ എന്ത് കണ്ടിട്ട് കരയും? ഖുർആൻ ഓതുന്നത് കേട്ടിട്ട് കരയത്തില്ല, വേറെ പലതും കണ്ടാ കരയും. സങ്കടം വരും. ചില സിനിമയൊക്കെ ഇട്ട് ഇരുന്നിട്ട് എന്നാ ഒലിപ്പീര ഒലിക്കണില്ല, അല്ലാ സങ്കടം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, കരച്ചിൽ വരുന്നില്ലേ, അഭിനയിക്കേ. അതാ ഞാൻ പറഞ്ഞത്. കരച്ചിൽ വരുന്നില്ലേ, ഈ സൂറത്ത് ഓതുന്ന സമയത്ത് നിങ്ങൾ കരയണം. കരച്ചിൽ വരുന്നില്ലെങ്കിൽ കരയുന്നവനെ പോലെ അഭിനയിക്ക്, നിനക്ക് അല്ലാഹു സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. അർത്ഥം വായിച്ചാൽ മതി, കരയും. അതിൻ്റെ അർത്ഥം ഒന്ന് വായിച്ചാൽ മതി. ഈ ആയത്ത് കേട്ടപ്പോഴാണ് ലോകത്ത് ആദ്യമായിട്ടൊരു സഹാബി നെഞ്ചു പൊട്ടിയിട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അന്നത്തെ കാലത്ത് അറ്റാക്കൊന്നുമില്ല. ഉണ്ടോ? സഹാബത്തിന്റെ കാലത്ത് അറ്റാക്കൊന്നുമില്ല. നമുക്കിപ്പോ അന്നത്തെ കാലഘട്ടത്തിൽ ഈ സൂറത്ത് ഓതിയിട്ട് അർത്ഥം പറഞ്ഞപ്പോഴാ ഒരു സഹാബി നെഞ്ചു പൊട്ടിയിട്ട് മരിച്ചുപോയി. നമുക്ക് അറ്റാക്ക് വരും. എങ്ങനെ? തിന്നു കൊഴുപ്പ് കയറിയിട്ട് അറ്റാക്ക് വരും. നമ്മളങ്ങോട്ട് നല്ലതുപോലെ പോത്തും ബീഫും മട്ടനും തിന്നിട്ട് കൊഴുപ്പ് കൂടിയിട്ട് ബ്ലോക്ക് വന്നിട്ട് മരിക്കും. അതാ നമ്മുടെ മരണം. എന്നാൽ ഖുർആൻ കേട്ട് പേടിച്ചിട്ട് മരിച്ചുപോയ സഹാബത്തുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ എന്തേ പറഞ്ഞേ? ഈ സൂറത്ത് ഓതുമ്പോ കര വേണ്ട, അഭിനയിച്ചാ മതി, കരയണ്ട. കരയുന്നവനെ പോലെ അഭിനയിക്ക്. എന്നെങ്കിലും ഒരിക്കൽ നിന്റെ കണ്ണ് നിറയും. അത് മതി സ്വർഗത്തിൽ പോകാൻ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ത്തിലുണ്ടാകുന്ന ഒന്നാമത്തെ അടയാളം, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ അവരുടെ ഹൃദയം പിടയ്ക്കും, അവരുടെ കണ്ണ് നിറയും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. 10 ആയില്ലേ? ഇൻഷാ അല്ലാഹ് ഒരെണ്ണം കൂടെ കേട്ടൂടെ? ഇൻഷാ അല്ലാഹ് സുബഹി നിസ്കരിക്കണമല്ലോ. സുബഹി നിസ്കരിക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ടാമത്തെ ഗുണമെന്താ? അവർക്കുണ്ടാകുന്ന രണ്ടാമത്തെ ഗുണമെന്തെന്നറിയുമോ? അല്ലാഹുവിൻ്റെ ഖുർആൻ എവിടെന്ന് പറയുകയാണ്. അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ. അവർക്ക് രണ്ടാമത്തെ ഗുണമെന്തെന്നറിയുമോ? അവർ 5 നേരത്തെ നമസ്കാരം മുറ പോലെ ചെയ്യുന്നവരാണ്. 5 വഖത്ത് നമസ്കാരമുണ്ടല്ലോ, അതിലൊരു
മുടക്കവുമില്ല, അതിലൊരു മുടക്കവുമില്ല. പടച്ചവനെ 5 വഖത്ത് നമസ്കാരം കൃത്യമായി നമസ്കരിക്കുന്നവരാ. ഒരു വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറാകില്ല, ഒരു അലംഭാവം അവർ കാണിക്കാറില്ല. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ഹയ്യ അലസ് സ്വലാ, അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പള്ളിയിലെത്തണം, അല്ലാതെ സമാധാനമില്ല, നിസ്കരിക്കാതെ സമാധാനമില്ല. കാരണം എന്തെന്നറിയുമോ? തോന്നുന്ന സമയത്തല്ല നിസ്കരിക്കേണ്ടത്. എനിക്കും നിങ്ങൾക്കും ജോലിയെല്ലാം കഴിഞ്ഞ് തിരക്കുകളെല്ലാം കഴിഞ്ഞ് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോഴല്ല നിസ്കരിക്കേണ്ടത്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂതാ. എഴുതി വച്ചിരിക്കുന്ന സമയം കണ്ടോ? ഓരോ പള്ളിയിലും ബാങ്കിന്റെ സമയം എഴുതി വച്ചിട്ടുണ്ട്, ഇഖാമത്തിന്റെ സമയം എഴുതി വച്ചിട്ടുണ്ട്. എന്തിനാടാ ചെറുപ്പക്കാരാ, എന്തിനാ വാപ്പാ സമയം എഴുതി വച്ചിരിക്കുന്നത്? അത് ജമാഅത്തായി നിസ്കരിക്കുന്നതിനല്ലേ. ഈ സമയത്താണ് പള്ളിയിലെ ജമാഅത്ത് നടക്കുന്നത്. അതുകൊണ്ട് ആ സമയത്ത് നീ വന്ന് നിസ്കരിക്കണമെന്ന് പഠിക്കാനല്ലേ, കാണാനല്ലേ ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്, അല്ലാതെ വെറുതെ അല്ലല്ലോ. എന്തേ സമയം കണ്ടെത്താത്തത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവരെ സ്വർഗത്തിലെ നിത്യമാണെന്ന് പറയാ. കാരണം എന്തെന്നറിയുമോ? അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ. എപ്പോഴെങ്കിലും പള്ളിയിൽ വരുന്നവരല്ല. പടച്ചവനെ സമയം കിട്ടുമ്പോ പള്ളിയിൽ വന്നു സുബഹി നമസ്കരിച്ചിട്ട് പോകും. പക്ഷേ ദുഹറില്ല, അസറില്ല. മഗ്രിബിന് ജോലി കഴിഞ്ഞ് വന്ന് പള്ളിയിൽ വരും, ഇശാ നമസ്കരിക്കും. 3 വഖത്തേ ഉള്ളൂ, ദുഹറും അസറും ഇല്ലല്ലോ. അല്ലെങ്കിൽ റമദാൻ മാത്രം വരുമ്പോ പള്ളിയിൽ കയറുന്നവരല്ല. റമദാനിന്റെ 30 നോമ്പും കഴിഞ്ഞു, പെരുന്നാളിന്റെ ദുഹർ എവിടെയാ? അങ്ങനെ നടക്കുന്നവനല്ല. രോഗങ്ങൾ വരുമ്പോ വരുന്നവനല്ല, പ്രയാസം വരുമ്പോ പള്ളിയിൽ കയറുന്നവനല്ല. കുടുംബത്തിൽ ആരെങ്കിലും മരണപ്പെട്ട വേദന താങ്ങാൻ കഴിയാതെ 3-ാം പാതി വരെ പള്ളിയിൽ വരുന്നവനല്ല. പിന്നെ എങ്ങനെ വരുന്നവരെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ. അവര് സ്ഥിരമായി നിസ്കരിക്കുന്നവരാ, മുടക്കമില്ലാതെ നിസ്കരിക്കുന്നവരാ. അതുകൊണ്ട് പറയുകയാ, സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞല്ലോ, ഞാൻ എങ്ങനെയാണ് നമസ്കരിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടുപോ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, സല്ലൂ കമാ റഅയ്തുമൂനി. എങ്ങനെയാണ് ഞാൻ നിസ്കരിച്ച് കാണിച്ചു തന്നതെന്ന് നിങ്ങൾ കണ്ടോ? എന്നിട്ട് പറയുകയാ, ഉസല്ലി. അങ്ങനെ നിങ്ങൾ നമസ്കരിക്കുക. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഈമാനുള്ള ഒരാളെ നിനക്ക് കാണണോ? താടി വെച്ചിട്ടവൻ ഈമാനുള്ളവനാണെന്ന് പറയാൻ കഴിയില്ല. കള്ളുകുടിയനും താടി വെച്ചിട്ടുണ്ട്, അള്ളയില്ലെന്ന് പറയുന്നവനും താടി വെച്ചിട്ടുണ്ട്. പടച്ചവനെ, മുഖത്ത് തടമ്പുള്ളവരുണ്ട്. അത് എങ്ങനെ വേണമെങ്കിലും തഴമ്പ് വരുമല്ലോ. എങ്കിൽ ഈമാനുള്ളവനെ കാണണോ? ഈമാനുള്ളവനെ കാണണോ? ഈ പായിപ്പാട് പള്ളിയിൽ 5 നേരം ബാങ്ക് വിളിക്കുമ്പോ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരുന്ന ഒരു മനുഷ്യനെ കണ്ടാ അവൻ ഈമാനുള്ളതിന്റെ അടയാളമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഈ പള്ളിയിൽ 5 നേരം നമസ്കരിക്കാൻ വരുന്ന ഒരു മനുഷ്യനെ നീ കാണുന്നുണ്ടെങ്കിൽ നീ ഉറപ്പിച്ചോ, അവനൊരു യഥാർത്ഥ വിശ്വാസിയാ, അവൻ ഈമാനുള്ളവനാ. അവന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ദുആ ചെയ്യണേ. അവന്റെ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ
പായിപ്പാട് പള്ളിയിലെ കടവച്ചിരിക്കുന്നവര് ഈ പള്ളിയിൽ 5 നേരം നിസ്കരിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരു വാപ്പയെ കാണുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ ഈമാനുള്ളവനാണ്. കയ്യിൽ പിടിച്ചിട്ട് പറ കച്ചവടത്തിൽ അഭിവൃദ്ധിക്ക് വേണ്ടി ദുആ ചെയ്യാ. അവന്റെ ദുആയിക്ക് ഉത്തരമുണ്ട്, അവന്റെ ദുആയിക്ക് ഉത്തരമുണ്ട്.